ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻസ്പയർഡ് സോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ കണ്ട കഥ ആന്റണി ഡെമല്ലോ എന്ന ജെറ്റ്സ്യൂട്ട് പ്രീസ്റ്റിന്റെ പ്രയർ ഓഫ് ദ സോങ് എന്ന സ്റ്റോറി ബുക്കിൽ നിന്ന് വന്നിരിക്കുന്ന കഥയാണ്. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. അതായത് പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസിനെ കാണിക്കുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തിയെ കാണിക്കുന്ന ഒരു കഥയാണ് നമ്മൾ ഇന്നലെ കണ്ടിരുന്നത്. അപ്പൊ ഇന്നലത്തെ കഥയിൽ നമ്മൾ കണ്ടു, ആ വ്യക്തികൾ, അതായത് ആ ദ്വീപ് നിവാസികൾ, അവർ ഓടി വന്ന് അവർ വെള്ളത്തിന് മുകളിലൂടെ ആണ് തങ്ങൾ നടക്കുന്നത് എന്നുള്ള വസ്തുത മറന്നുകൊണ്ട് ബിഷപ്പിന്റെ അടുത്തേക്ക് വരികയും ആ ബിഷപ്പിനോട് തങ്ങളെ ആ പ്രാർത്ഥന പഠിപ്പിക്കൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഓക്കെ, അത് അവരുടെ ഒരു മനസ്സിന്റെ ഒരു പ്രവർത്തനമായി നമുക്ക് മനസ്സിലാക്കിക്കൂടെ? എന്തായിരിക്കാം അങ്ങനെ ആ ഒരു സംഭവത്തിലേക്ക് അവരെ നയിച്ചത്? അപ്പൊ ഈ ഒരു പ്രാർത്ഥനയാണോ അവർക്ക് ആ ഒരു അത്ഭുതത്തിനുള്ള ശക്തി കൊടുത്തത്, ആ ഒരു പവർ കൊടുത്തത്? അപ്പൊ പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ടോ? അത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രവർത്തനമാണോ എന്നൊക്കെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് സൈക്കോളജിയിൽ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ചില ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഉള്ള ആളുകൾ, അത് അവർക്ക് ആ ഒരു ഡിസോർഡർ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല, മനസ്സിന്റെ പ്രശ്നങ്ങൾ കൂടിയാണ് അതിലേക്ക് നയിക്കുന്നതെന്ന് പറയുന്നു. ഇപ്പോൾ ചില വ്യക്തികൾ അൾസർ അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങൾ കുറെ കാലം മറ്റു വ്യക്തികളോട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമോഷൻസ്, അതായത് ഹേറ്റ്രഡോ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് ഇമോഷൻസ് അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് അവരെ തുടർന്നുള്ള അസുഖത്തിലേക്ക് ഒക്കെ നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറയാം. അതിനെയാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ധ്യാനം കൂടുകയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനുശേഷം അവർക്ക് തങ്ങളുടെ രോഗങ്ങൾ അവരെ വിട്ടുപോകുന്നതായിട്ട് അവർ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുന്നു. അപ്പോൾ ഈ പ്രാർത്ഥന ഒരു പോസിറ്റീവ് എനർജി ആളുകൾക്ക് കൊടുക്കുന്നില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല മതങ്ങളിലും വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പൊ എല്ലാ മതത്തിലും തന്നെ മതത്തിൻ്റെതായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനകൾ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്വാമി വിവേകാനന്ദയുടെ ഗുരുവായിരുന്ന രാമകൃഷ്ണ പരമഹംസ, അദ്ദേഹം തന്റെ ഇഷ്ടദേവതയോട് ഇരുന്നപ്പോൾ വളരെയധികം നേരം നിർവൃതിയിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. എക്സ്റ്റസി എന്നൊരു സ്റ്റേറ്റിലേക്ക്, വേറൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുകയും ചെയ്തിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ പ്രാർത്ഥന പലരെ പല രീതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. ഒരു ധ്യാനമായിട്ടും സാധനയായിട്ടും ഒക്കെ പല രീതിയിൽ അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പൊ നമ്മുടെ സാധാരണ മനുഷ്യർ അത് പ്രാർത്ഥിക്കുന്നുണ്ടോ? അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നന്ദനം എന്ന സിനിമ അതിന് വളരെ ഒരു എക്സാമ്പിൾ ആണ്. ബാലാമണി എന്ന് പറയുന്ന ആ പെൺകുട്ടി പല വീടുകളിൽ അവൾ ജോലിക്ക് പോകുന്നു. അവൾ ഒരു അനാഥയാണ്. പല വീടുകളിൽ അവൾ ജോലിക്ക് പോകുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു കൃഷ്ണന്റെ കുഞ്ഞു രൂപം അത് അവൾ കൊണ്ടു നടക്കുന്നതാണ്. ആ കുഞ്ഞു ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് അവൾ അവളുടെ എല്ലാ പരിഭവങ്ങളും തുറന്നു പറയുന്നു. അങ്ങനെ കൃഷ്ണനും അവളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. പതിയെ പതിയെ അവൾ അറിയാതെ കൃഷ്ണൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കി കൃഷ്ണൻ കടന്നു പോവുകയും ചെയ്യുന്നതായിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. അവസാനം അവൾ പറയുന്നു, ഞാനേ കണ്ടുള്ളൂ എന്ന്. അതെ, അത് അവളുടെ തന്നെ ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, നമ്മൾ പല കാര്യങ്ങളും സയന്റിഫിക് ആയിട്ട് മനസ്സിലാക്കുമ്പോൾ അതിനൊരു ഒബ്ജക്റ്റിവിറ്റി വേണം. ഇപ്പോൾ എർത്ത് റൊട്ടേറ്റ്സ് അറൗണ്ട് ദ സൺ എന്ന് നമ്മൾ പറയുമ്പോൾ അത് പല നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും വഴി അവർ തെളിയിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നു. പക്ഷേ പ്രാർത്ഥന പലപ്പോഴും ഓരോ വ്യക്തിയുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആയി കൂടെ. എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കണമെന്നില്ല മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ മറ്റു വ്യക്തിക്ക് അത് ഉൾക്കൊള്ളുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ടായേക്കാം. കാരണം ഇറ്റ് ഹാസ് മോർ സബ്ജക്റ്റിവിറ്റി ദാൻ ഒബ്ജക്റ്റിവിറ്റി.